മക്കളെ, ഇന്ന് നമ്മൾ ഒരു സുന്ദരമായ ഒരു കുഞ്ഞു കവിതയാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കവിത ഇഷ്ടമല്ലേ? സുന്ദരമായൊരു കവിതയാണത്, പട്ടിക്കുഞ്ഞിൻ്റെ കവിത. പട്ടിക്കുഞ്ഞിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ? ഓമനിക്കാൻ പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും. ഇവിടെ നീതുവിന് ഒരു പട്ടിക്കുഞ്ഞാണുള്ളത്. നീതുവിനെ നമ്മൾ പഠിച്ചതല്ലേ? നീതുവിനെ പറ്റി പഠിച്ചു. നീതു ഒരു സ്വപ്നം, എന്താണ് പറയുക, ഒരു പട്ടിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അവളുടെ കൂടെ കിടത്തി ഉറക്കി. പിന്നെ അതിന് പാലും ബിസ്ക്കറ്റൊക്കെ നൽകി അല്ലേ? എന്നിട്ട് അതിനെ വളരെയധികം സ്നേഹിച്ചു ആ പിള്ളേനെ, പട്ടിക്കുഞ്ഞ്. ആ പട്ടിക്കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞു കവിതയാണ് ഇവിടെ ഉള്ളത്. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? സഫ്ദർ ഹാഷിമിയാണ്. പിള്ള എന്ന ഈ കുഞ്ഞു കവിത എഴുതിയിരിക്കുന്നത് സഫ്ദർ ഹാഷിമി. നോക്കാം. നീതു കാദാ പിള്ള ഏക്ക്. ഏക്ക് എന്ന് പറഞ്ഞ ഒന്ന്, ഒരു, പിള്ള പട്ടിക്കുഞ്ഞ്. നീതു ഈ കുട്ടിയുടെ പേര്. കാദാ ഉണ്ടായിരുന്നു. അപ്പം നീതു കാദാ പിള്ള ഏക്ക്. നീതുവിന് ഒരു പട്ടിക്കുഞ്ഞ് ഉണ്ടായിരുന്നു. ബദൻ പെ ഉസ്കെ രുയേം അനേക്. അനേക് അനേകം, രുയേം രോമങ്ങൾ, ഉസ്കെ അവൻ്റെ, ബദൻ പെ ശരീരത്തിൽ, അവൻ്റെ ശരീരത്തിൽ ധാരാളം രോമങ്ങൾ ഉണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൽ ധാരാളം രോമങ്ങൾ ഉണ്ടായിരുന്നു. ചോട്ടി ടാങ്കേം ലെമ്പി പൂഞ്ച്. ചോട്ടി ടാങ്കേം. ടാങ്ക് എന്ന് പറഞ്ഞ കാല്, പൂഞ്ച് എന്ന് പറഞ്ഞ വാല്. ചോട്ടി ടാങ്കേം. ചോട്ടി ടാങ്കേം ചെറിയ കാലുകൾ, ചെറിയ കാലുകൾ. ലെമ്പി പൂഞ്ച് നീണ്ട വാല്, നീളമുള്ള വാലും ചെറിയ കാലുകളുമായിരുന്നു ഈ പട്ടിക്കുഞ്ഞിന് ഉണ്ടായിരുന്നത്. ശരീരം നിറയെ രോമങ്ങളും ഉണ്ടായിരുന്നു. ബൂരി ധാടി കാലി മൂഞ്ച്. ബൂരി, ബൂരി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറത്തിലുള്ള, തവിട്ട് നിറത്തിലുള്ള ദാടി. ദാടി താടിരോമം. തവിട്ട് നിറത്തിലുള്ള താടിരോമവും കാലി മൂഞ്ച് കറുത്ത മീശയും. തവിട്ട് നിറത്തിലുള്ള താടിരോമവും കാലി മൂഞ്ച് കറുത്ത മീശയും ഉണ്ടായിരുന്ന പട്ടിക്കുഞ്ഞിന്. മക്കി സേ വഹ്ലെടുത്താതാ. മക്കി, മക്കി എന്ന് പറഞ്ഞ ഈച്ച. മക്കി ഈച്ച. സേ ഓട്, മക്കി സേ മക്കിയോട്, ഈച്ചയോട്. ബഹ്ലെടുത്താതാ അവൻ, ലെടുത്താതാ പൊരുതുമായിരുന്നു, യുദ്ധം ചെയ്യുമായിരുന്നു, പൊരുതുമായിരുന്നു. ലെടുത്താതാ ഗഡേ ഗഡേ ഗിർ പടുത്താതാ എഴുന്നേറ്റു നിൽക്കെ വീഴുമായിരുന്നു. എഴുന്നേറ്റു നിൽക്കുമ്പോൾ വീഴുമായിരുന്നു. അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം. നീതു കാദാ പിള്ള ഏക്. നീതു കാദാ പിള്ള ഏക്. बदन पे उसके रुएम अनेक. छोटी टांगें लंबी मूंछ. बूरी दाढ़ी काली मूंछ. मक्की से वह लड़ता था, गड़े गड़े गिर पड़ता था. എന്റെ മീനിങ് നോക്കാം. നീതുവിന് ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അതിൻ്റെ ശരീരം നിറയെ രോമങ്ങളുണ്ടായിരുന്നു. ചെറിയ കാലുകളും വലിയ വാലുമായിരുന്നു അതിനുള്ളത്. ഭൂരി താടി, തവിട്ട് നിറത്തിലുള്ള താടിരോമവും കറുത്ത മീശയും. ഈച്ചയോടത് യുദ്ധം ചെയ്യുമായിരുന്നു. എഴുന്നേൽക്കുമ്പോൾ വീഴുമായിരുന്നു. വളരെ സുന്ദരമായ ഒരു കവിതയാണല്ലേ? എഴുന്നേൽക്കുമ്പോൾ വീഴുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കവിത പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇത് നന്നായിട്ട് വായിച്ചു നോക്കുക. ഒന്നുകൂടെ നമുക്ക് നോക്കാം. നീതു കാദാ പിള്ള ഏക്. ബദൻ പെ ഉസ്കെ രുയേം അനേക്. ചോട്ടി ടംഗേ ലംബി പൂഞ്ച്. ബൂരി താടി കാലി മൂഞ്ച്. മക്കി സേ വഹ് ലടുത്താതാ ഗഡേ ഗഡേ ഗിർ പടുത്താതാ. നിങ്ങളിത് നന്നായിട്ട് നല്ല ഈണത്തിൽ ചൊല്ലി പഠിക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ മീനിങ് ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. മീനിങ് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ
ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാം. എല്ലാ മീനിങ്ങും നിങ്ങൾക്ക് ഇതിൽ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മീനിങ് ഇതുപോലെ ഉണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. അപ്പം പിള്ള, പിള്ള എന്ന് പറഞ്ഞാൽ പട്ടിക്കുഞ്ഞ്. ഏക് ഒന്ന്, ബദൻ പേ ശരീരത്തിൽ, ഉസ്കെ അവൻ്റെ, രുയേം രോമങ്ങൾ, അനേക് അനേകം, ചോട്ടി ചെറിയ, ടാങ്കേം കാലുകൾ, ലെമ്പി നീളമുള്ള, പൂഞ്ച് വാൽ, ഭൂരി തവിട്ട് നിറമുള്ള, ദാടി താടിരോമം, കാലി കറുത്ത, മൂഞ്ച് മീശ, മക്കി ഈച്ച, ലടുത്താത പൊരുതുമായിരുന്നു, ഗഡേ ഗഡേ എഴുന്നേൽക്കുമ്പോൾ, ഗിർ പടുത്താത വീഴുമായിരുന്നു. എല്ലാ മീനിങ്ങും ഇത് തന്നെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ നന്നായിട്ട് നോക്കി പഠിക്കുക. അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ട് ചിഹ്നങ്ങൾ ചേർത്ത് നന്നായിട്ട് വായിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ അതുവരെ ഇത് നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ.